السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന അവ്വലൻ നാസി യുഖ്ളാ യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ ഉസ്തുഷ്ഹിദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ ആദ്യമായി വിധി നടത്തുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണം വരിച്ച ഒരു മനുഷ്യൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ. ആ മനുഷ്യനെ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും, വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരും. അവൻ്റെ എല്ലാ നിഅമത്തുകളും അവന് തിരിച്ചറിയാവുന്ന രൂപത്തിൽ അവന് കാണിച്ചു കൊടുക്കും. ജിഹാദ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഖുവ്വത്തും ആഫിയത്തും തൗഫീഖ് കൊടുത്തതും എല്ലാ നിഅമത്തുകളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും? അള്ളാഹു കാണിച്ചു കൊടുക്കും. ഫഅറഫഹ. അങ്ങനെ ആ നിഅമത്തുകളെ കുറിച്ചൊക്കെ അവന് ബോധവാനാകും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, ഫമാ അമിൽത ഫീഹ. ഇത്രയൊക്കെ തൗഫീഖ് ഞാൻ നിനക്ക് നൽകിയിട്ടും എന്താണ് നീ അതിലൊക്കെ ചെയ്തിട്ടുള്ളത്? അപ്പൊ ആ മനുഷ്യൻ പറയും, ഖാതൽതു ഫീക ഹത്താ ഉസ്തുഷ്ഹിദ്തു. ഞാൻ ഷഹീദാകുന്നത് വരേക്കും അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, കദബ്ത, നീ കളവാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയും, വലാകിന്നക ഖാതൽത ലിഅൻ യുഖാല ജരീഉൻ. നീ ഒരു ധീരനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നീ ഇങ്ങനെ ഷഹീദായിട്ട് നീ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടുള്ളത്. ഫഖദ് ഖീല, അത് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പറയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഹദീസിൽ കാണാം, സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ. അങ്ങനെ ആ മനുഷ്യനെ മുഖം വലിച്ച് അദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടിടപ്പെടുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സമാനമായി രണ്ടാമതായി ഒരു ആലിമിനെയും ഒരു ഖാരിഇനെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും. സമാനമായ രൂപത്തിൽ അവർക്കും അവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ നിഅമത്തുകളും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരോടും അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, എന്താണ് നിങ്ങൾ ഈ ഇൽമു കൊണ്ട് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ആ മനുഷ്യൻ പറയും, ഞാനിതിങ്ങനെ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇൽമു പഠിച്ചിട്ടുണ്ട്, ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, കദബ്ത്, നീ എന്താണ്? കളവാണ് പറഞ്ഞിട്ടുള്ളത്. നീ ഒരു ആലിമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീ ഇൽമു പറഞ്ഞത്. അതുപോലെ തന്നെ നീ നല്ല ഖുർആൻ പാരായണക്കാരനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീ ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ വ്യക്തിയെയും അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിലേക്ക് വലിച്ചെറിയും. മൂന്നാമത്തെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് സ്വതക്കകൾ നൽകിയ മനുഷ്യനാണ്. ആ മനുഷ്യനെയും അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും. എന്നിട്ട് ആ മനുഷ്യർക്കും അയാൾക്ക് ജീവിതത്തിൽ ചെയ്തു കൊടുത്ത എല്ലാ നിഅമത്തുകളെ സംബന്ധിച്ചും അയാൾക്ക് ബോധവാനാക്കും. അയാൾ അത് തിരിച്ചറിയുകയും ചെയ്യും. എന്നിട്ട് ചോദിക്കും, എന്താണ് നീ ഇതുകൊണ്ടൊക്കെ ചെയ്തത്? ആ മനുഷ്യനും പറയുന്നുണ്ട്, അള്ളാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ, നീ ചെലവഴിക്കണമെന്ന് നീ ഏതൊക്കെ മാർഗത്തിൽ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ആ മാർഗത്തിലെല്ലാം തന്നെയും ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. നീ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്തിനാണ്? ലിയുഖാല ജവാദ്, അവനൊരു നല്ല ജവാദാണ്, ഉദാരനായി നൽകുന്നവനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അതൊക്കെ നീ ചെയ്തിട്ടുള്ളത്. ഫഖദ് ഖീല, അതൊക്കെ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ചെറുതാകട്ടെ, അത് എത്ര വമ്പിച്ചതാകട്ടെ, അവിടെയൊക്കെ നമ്മുടെ ഇഖ്ലാസ് ഇല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത ഒരാളുടെ വജ്ഹ് നമ്മളുടെ മനസ്സിലെങ്ങാനും ഉണ്ട് എങ്കിൽ ആ അമല് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ആ അമല് നാളെ നമുക്ക് ഉപകരിക്കുകയില്ല എന്ന് മാത്രമല്ല, നമുക്കത് എതിരാവുകയാണ് ചെയ്യുക എന്നാണ് ഈ ഹദീസുകളിലൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.